എല്ലാത്തിനെയും ബ്ലോഗ് കേട്ട് നാട്ടിക്കും ബേക്ക് നൽമ്പ് കളിച്ചാലും ഓക്കെ ഗൗഡ. അപ്പൊ ഗൈസ് നമ്മ ഗൂഡല്ലൂർ പോയി കുറച്ച് പച്ചക്കറി ഒക്കെ വാങ്ങിട്ട് വരും അല്ലേ? ഇന്ന് നോമ്പാണ്. നമ്മള് ഒലിച്ചക്ക് സുബേസ്കരിച്ച് കാണുകൊണ്ട് ബ്ലോഗ് കേട്ടിട്ടോ പോലെ എല്ലാത്തിനെയും ബ്ലോഗ് കേട്ട് നാട്ടിക്കും ബേക്ക് നൽമ്പ് കളിച്ചാലും. അപ്പൊ ഗൈസ് നമ്മള് പിന്നെ ഉരുളിൽപ്പെട്ട പോയിട്ട് കുറച്ച് പച്ചക്കറി ഒക്കെ വാങ്ങിട്ട് വരാം. നമ്മള് രാവിലെ ഇറങ്ങിയിരിക്കുന്നത് ബാക്കിയുള്ളതൊക്കെ നമുക്ക് വീഡിയോസ് കാണാം. പറഞ്ഞ് വന്ന വിചാരം വളരെ ഹോൾസെയിലൊക്കെ അടിച്ചു തിന്നാനും പറ്റില്ല. രണ്ടെണ്ണം കൊണ്ടുപോയിട്ട് ഒന്ന് മതി. നമ്മളിങ്ങനെ പോകുമ്പോ കാറൊക്കെ വാഷ് ചെയ്യുന്നൊരു സാധനം കണ്ടപ്പോ നിർത്തി നോക്കിയതായിരുന്നു. പക്ഷെ ഭയങ്കര റൈറ്റ്. ഈ ബ്ലോഗ് അന്ന് പറഞ്ഞ മാതിരി സത്യം പറഞ്ഞാൽ ഇതെന്താ പരിപാടി എന്ന് മനസ്സിലായില്ല. കയറിപ്പോയി ചോദിക്കാൻ പറ്റുമെന്നും അറിയില്ലല്ലോ. കല്യാണമാണോ ഇനിയിപ്പോ എന്തോ മരണച്ചടങ്ങാണോ മനസ്സിലാവുന്നില്ല. നമ്മള് ചോദിക്കാനൊന്നും പോയില്ല. ഇത് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ വലിയൊരു യാത്രയ്ക്ക് ശേഷം നമ്മൾ മാർക്കറ്റിലെത്തി. പച്ചക്കറികളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്. പീസ്കു വേണ്ട ചെറുത് വേണ്ട. ഡീസലിൻ്റെ 2 രൂപ ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഇവിടുന്ന് ഡീസലൊക്കെ ഫുൾ ടൈം കടിച്ചിട്ടാണ് പിന്നെ നാട്ടിലേക്ക് തിരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഓഫ് റോഡൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൈറ്റ് നോക്കിയിട്ട് ഇങ്ങനെ ഇറങ്ങി. ഇപ്പോൾ ഒരു നല്ലൊരു ഏരിയ കണ്ടപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു വണ്ടി അങ്ങോട്ടേക്ക് ഇറക്കി. വണ്ടിൻ്റെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു ഏരിയ തന്നെയാണ് നമ്മൾ എത്തിപ്പെട്ട്. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്ത് അങ്ങോട്ടേക്ക് ഇറങ്ങി. ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു സുഹൃത്തിനെ കിട്ടിട്ടോ. ഇവിടെ ഒരു ആടിനെ കുളിപ്പിക്കാൻ കൊണ്ടുവരുന്ന സ്ഥലം. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. നല്ലൊരു ആംബിയൻസ് ഒക്കെ ആയിട്ട്. ഫാസിലും റബിയും മൂപ്പരെടുത്തുന്ന ഫോട്ടോസൊക്കെ എടുത്ത് ഗൗഡ സാർ ഞാൻ നോക്കട്ടെ, ആംഗിൾ നോക്കട്ടെ. ഹായ് ഗൈസ്. അപ്പൊ നമ്മളിന്ന് നമ്മളെ ന്യൂ താറില് ഫസ്റ്റ് ട്രിപ്പാ അല്ലേ? അതെ, ഫസ്റ്റ് ട്രിപ്പ്. ലോങ് ട്രിപ്പ് ഒന്നല്ല, നോമ്പായതുകൊണ്ട് നമുക്ക് ലോങ് ആയിട്ട് പോകാൻ പറ്റില്ല. നമ്മള് ചെറുതായിട്ട് കുറച്ച് പച്ചക്കറി വാങ്ങാന് ഗുണ്ടിൽപേട്ട വരെ വന്ന. അപ്പൊ സാധാരണ ഞങ്ങള് ഇവിടെ വന്നുകൊണ്ട് പർച്ചേസ് ചെയ്യുന്നതാണ്. പക്ഷെങ്കിൽ ഞങ്ങള് വണ്ടി മാറ്റണ്ടായിരുന്നു. വണ്ടി ഞങ്ങൾ എത്തിയാസിലായി വരല്. അതില് കുറഞ്ഞത് ഒരു 4 പെട്ടി തക്കാളിയൊക്കെ ഞങ്ങൾ കയറ്റുന്നുണ്ടായിരുന്നു. നമുക്ക് ഇതിലിപ്പോ ഒരു പെട്ടി തക്കാളി കയറ്റാൻ പറ്റുള്ളൂ. അതിന്റെ ഒരു വിഷമത്തിലാണ് പിങ്ക് ഉള്ളത് ക്ലാസ്സിലും. ഇപ്പൊ നമ്മളിപ്പോ ഡിക്കി സ്പേസ് കുറവായതുകൊണ്ട് നമുക്ക് ഒരു പെട്ടി തക്കാളി, ഒരു 4 വെള്ളരി, പിന്നെന്താ കുറച്ച് ചപ്പ് പുതിന, അതേ കയറ്റാൻ പറ്റുള്ളൂ. റബീനൊപ്പം പ്രത്യേകം പറഞ്ഞ മല്ലിച്ചപ്പം വാങ്ങാൻ ബിരിയാണി അനീഫ മാഷാണ് പറഞ്ഞത്. എന്തായാലും ഇപ്രാവശ്യം ഞങ്ങളൊരു ടെസ്റ്റ് അടിച്ചാണ്. ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹോൾസെയിൽ റേറ്റിന് പച്ചക്കറി വേണമെങ്കിൽ മൊബൈൽ കഫേ കോണ്ടാക്ട് ചെയ്ത്. സംഭവം മൊബൈൽ ഫോണിന്റെ പരിപാടി ആണെങ്കിൽ പോലും ഞങ്ങൾ പച്ചക്കറി ഇനി ഹോൾസെയിൽ നടത്താനുള്ള പരിപാടിയില്ല. ഇല്ലടാ, അങ്ങനെ പറയല്ല. അങ്ങനെ പറഞ്ഞ ഓരൊക്കെ ഇവിടെ വന്ന് വാങ്ങൂലേ? എല്ലാ സ്ഥിതിയും പറഞ്ഞു കൊടുത്തു. പക്ഷെ ഞാൻ അത് കട്ട് ചെയ്യും.
അപ്പൊ വില ഔട്ട് ചെയ്യരുത്. മാർക്കറ്റിൽ പിന്നെ അടുത്ത രാജ്യം വന്നാൽ ഒരു കച്ചാണോ കൊടുവള്ളി പിടിച്ചിക്കാൻ പറ്റില്ല. ഫീൽഡിൽ കൊടുവള്ളി നല്ലുള്ളൂ. റബീനെ നല്ല നോക്കുകയാണെങ്കിൽ വെള്ളിന്റെ വില ഉണ്ട്. നല്ല കിട്ടുകയും ചെയ്യും. മൊബൈലിന്റെ മറവിൽ പച്ചക്കറി വ്യാപാരം ഒന്ന് ചാടുണ്ടേ. സംഭവം ഇതിന് മറ്റേ വലിപ്പൊക്കെ ഉണ്ടെങ്കിൽ പോലും ചാട്ടൊക്കെ ഒന്ന് മെല്ലെ ചാടിച്ചാലേ നമുക്ക് കുറച്ചുകൂടി കാലം യൂസ് ചെയ്യാം. അല്ലേ, അങ്ങനല്ലേ? അല്ലെങ്കിൽ എന്റെ ഒരു അഭിപ്രായത്തിൽ 5 കൊല്ലത്ത് കൂടുതൽ വണ്ടി ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിക്കാൻ പാടില്ല. പുറത്തെ മറ്റേ റിഡ്സ് എത്ര കൊല്ല ഇപ്പൊ? 10. മോനെ പൊട്ടിക്കോ ചെങ്ങായി? സത്യം കണ്ടില്ല, കേറ്റി പോണം. നല്ല ബ്ലോക്കാ ചെങ്ങായിന്റെ ഇടയിൽ കൂടെ കേറ്റി. തട്ടിച്ചോ? ആരടിച്ചേ? ആ സ്കോർപ്പിയോക്കാനല്ലേ? ഞാൻ വീഡിയോ എടുത്തു. പോയോ? ഇയാളല്ലേ? എന്താ ആള് വന്നില്ല ഇഷ്ടമാളെ ശരിയാക്കാൻ പറയുന്നത്. ഇവിടെയുള്ള ചിങ്ങന്മാരെ ഇത് ഒരുത്തം പോലും ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലാതെ മറ്റേ വണ്ടിയും പറയാൻ. അപ്പോ ഒരു ആക്സിഡന്റ് ഉണ്ടായി. എല്ലാ ചെങ്ങായി കള്ളു കുടിച്ചിങ്ങാണ്ട് വണ്ടി അല്ലേ? ബാക്കിൽ വരുന്നുണ്ടോ നോക്കണേ. ഓൻ ബേക്കിൽ വരുന്നതിന് മുമ്പ് അമ്മ കൂടി വിടണം, അല്ലെങ്കിൽ ഓൻ ബേക്കിൽ വന്ന് തട്ടിക്കും. പക്ഷെ അയാളെ കയ്യില് മറ്റേ ഒരു ബാഗ് കുറച്ച് പൈസ എടുത്തോട്ട് എന്നപ്പോ പ്രശ്നമല്ലല്ലോ. ആൾക്കാര് ജീവനൊരു എന്താ പറയാ വില കൽപ്പിക്കാൻ വെള്ളടിച്ച് വണ്ടി വെള്ളടിച്ച് നല്ല അടി അടിച്ചതാ. ഇങ്ങനെ ആടുന്നുണ്ട്. എന്താ സൂക്ഷിക്കണ്ടേ? പുറത്തുള്ള ആന മാനെ കൊല്ലില്ലേ. ആനയും കാണുങ്ങ നമുക്ക് പച്ചണ്ടി. പാവം ചെക്കന്റെ വണ്ടിമല്ലേ വെള്ളം അടിച്ച് വന്നുകൊണ്ട് കേറി നാശാക്കി. മറിച്ചൊക്കെ പരിശോധിക്കലോ. കൊറേ റൈഡേഴ്സ് ഉണ്ടല്ലോ, ബൈക്ക് റൈഡേഴ്സ്. ഫാസിൽ മുതുമലൈ ഇങ്ങനെ നടന്നു. നമ്മളൊന്ന് ഇങ്ങോട്ട് പോയിട്ടാണ് അവിടെ എത്തിപ്പോയി. നമ്മള് നടത്താൻ വിചാരിച്ച ബിസിനസ് ആയിട്ട് ഒരാള് പോണം, ഹോൾസെയിൽ സാധനമായിട്ട്. ചിമ്മിണി അങ്ങോട്ട് നോക്കി. ഫുൾ ആന ഗൈസ്, ഫുൾ ആന. എവിടെ നോക്കിയാലും ആന. അമ്മച്ചി പാവം വെയിലുണ്ട്. ഇങ്ങനെ കാട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ എന്ത് രസമാണെന്നറിയോ? പ്രത്യേകിച്ച് ഈ താറിലൂടെ ഭയങ്കര ഒരു വ്യൂ ആണ്. നമ്മളിങ്ങനെ കണ്ട് ഇങ്ങനെ പോയി. വീട്ടിൽ ബോറടിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലേ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരു വെറുതെ റൈഡ് ഇങ്ങോട്ട് ഇറങ്ങാം, ഭയങ്കര രസമാണ്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ കുറച്ച് പോകുന്നേരം എനിക്ക് കുറച്ച് പാട്ട് പാടണം. എന്റെ നെഞ്ചിനുള്ളിൽ കാറ്റിലടണ കൂടിരിപ്പുണ്ട്, ആ കൂട്ടിനുള്ളിൽ രണ്ടിളങ്കിളി പൈതങ്ങളുണ്ട്, പൈതങ്ങൾക്കൊരു താലിക്കെട്ടുണ്ട്, താലിക്കെട്ടണ 2 പേരുണ്ട്. അപ്പൊ ഗൈസ് നമ്മൾ ഗൂഡല്ലൂർ എത്തിക്കഴിഞ്ഞു. ഗൂഡല്ലൂർ ടൗൺ.
ഗൂഗിൾ മാപ്പ് നോക്കി വന്നാ ഗൈസ് നാട്ടിക്ക് പോണ വഴി സീൻ വഴി തിരിച്ചിട്ടോ ബസ്സിന്, അല്ലെങ്കിൽ ഞാൻ ആവൂല. അല്ല നിങ്ങൾക്ക് മേപ്പാടി ആവുമ്പോ ഒരു മേപ്പാടി കൂടെ ഒരു യാത്ര എന്ന് പറയുമ്പോ ഒരു നൈസ് യാത്ര ആയിരിക്കും. ഇവിടെ നല്ല തേയിലത്തോട്ടോ റബീന്റെ കിട്ടി സാധനം കിട്ടി തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ കൂടെ ഒരു യാത്ര ഗൈസ്. ഏതാ നോക്കണടാ ഡ്രൈവർ ഡ്രൈവർ കേൾക്കുമോ? എടാ അത് കുറച്ച് പോണേ അനുസരിച്ച് അതല്ല വണ്ടി വരുമ്പോ എടുത്താ മതി. ആ സീൻ മോനെ സീൻ ആട്ട് ഇറക്കണ്ട. റോഡ് മേൽ തന്നെ ഇറക്കിയോ? റോഡ് മേലൊക്കെ ആകുമ്പോ വീഡിയോ എടുക്കാല്ലോ. വണ്ടിക്ക് വേണ്ട സ്ഥലം. ഗൈസ് നമ്മളിതാ ഈ ഒരു ബൈക്ക് കൂടെ അങ്ങനെ വന്നോണ്ടിരിക്കുക. ഗ്ലാസ് കൊടുക്ക്, ഇത് കൊടുക്ക്. പഴയ പാട്ട് പഴയ പാട്ട് ഞങ്ങൾ ആരെയും വിളിക്കൂല. സ്റ്റാൻഡേർഡിന്റെ ഓളം വരയ്ക്കാനും മനസ്സിലാക്കി. മോനെ കുത്തനെ എടുത്തു. യൂട്യൂബിൽ ഇടാനല്ലേ? രണ്ടോടുണ്ട്. നിന്റെ ഡ്രൈവിംഗിൽ ബേക്കിലുള്ള ആൾക്ക് എന്താ ബുദ്ധിമുട്ടുണ്ടാ പറയണേ? ചെമ്പുടോ ഒരു മിഴിയിലോർമനെ അങ്ങനെ നമ്മള് ചെക്ക് പോസ്റ്റ് കടന്നിരിക്കുകയാണ്. തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞത്, കേരളത്തിന്റെ ചെക്ക് പോസ്റ്റ്. കേരളത്തിലെത്തി. ഗോസ്ലോ സ്വാഗതം. കേരളത്തിന്റെ ചെക്ക് പോസ്റ്റ്. അപ്പൊ നമ്മളെ ഈ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത ഒരു നല്ല ഇങ്ങനത്തെ ഒരു വീഡിയോസ് ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. അപ്പോ ഇതാ നമ്മള് നാട്ടിലെത്തി. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.